Before getting into the chapter, let us know something about Malala Yousafzai. I think you are all familiar with Malala Yousafzai. Still, I have prepared a very small profile of Malala Yousafzai and I will read it out for you and I'll tell you something about Malala Yousafzai. Malala Yousafzai പാകിസ്ഥാനിലെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റായി മാറിയ പെൺകുട്ടിയാണ് മലാല യൂസഫ്സായി. 2011 പാകിസ്ഥാനിൽ താലിബാൻ ഗേൾസിന് എഡ്യൂക്കേഷൻ നിഷേധിക്കുന്ന സമയത്ത് സ്കൂൾസ് അടച്ചുപൂട്ടണം, ഗേൾസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യരുത് എന്നുള്ള വാദവുമായിട്ട് വന്ന സമയത്ത് മലാല യൂസഫ്സായിൻ്റെ ഫാദർ മലാല യൂസഫ്സായിനെ ഒരു ലോക്കൽ പ്രസ്സിൽ കൊണ്ടുപോയിട്ട് ഒരു സ്പീച്ച് നടത്തി. ഈ സ്പീച്ച് പാകിസ്ഥാൻ മൊത്തം പബ്ലിക്കായി. അങ്ങനെ 2012 when Malala Yousafzai and her friends were heading back to home from സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് താലിബാൻ്റെ ആൾക്കാർ വന്നിട്ട് ഇവരുടെ ബസ് തടഞ്ഞു വെക്കുകയും ഇതിലേതാണ് മലാല യൂസഫ്സായി എന്ന് ചോദിച്ചിട്ട് മലാല യൂസഫ്സായിൻ്റെ കഴുത്തിലേക്കും തലയിലേക്കും വെടിയുതിർത്തു. അങ്ങനെ മലാല യൂസഫ്സായി മരണത്തിൻ്റെ വക്കിലാണ് എത്തി നിന്നിരുന്നത്. പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു കയറുകയാണ് മലാല യൂസഫ്സായി ഉണ്ടായത്. പിന്നെ UK പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും കഴുത്തിലുള്ള ബുള്ളറ്റും തലയിൽ ബ്രെയിനിൽ സർജറിയൊക്കെ നടത്തിയതിൻ്റെ ശേഷം കോമ സ്റ്റേജൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അപ്പം മലാല യൂസഫ്സായി ചെയ്ത ക്രൈം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഷീ സ്പോക്ക് അപ്പ് ഫോർ ദ ഗേൾസ് ഹു വർ ഡിനൈഡ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളതാണ് മലാല യൂസഫ്സായി ചെയ്ത തെറ്റ്. അങ്ങനെ ഇതിൻ്റെ ശേഷം 2012 ഷീ വാസ് അവാർഡഡ് not in 2012, in 2014 she was awarded World Nobel Prize for Peace. 2014 പീസിന് വേണ്ടിയിട്ടുള്ള സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്, അത്രയും ചെറിയ പ്രായത്തിലുള്ള ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള നോബൽ പ്രൈസ് വിന്നറാണ് മലാല യൂസഫ്സായി. എഡ്യൂക്കേഷനെ കുറിച്ച്, ഡിനയൽ ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ മലാല യൂസഫ്സായി പറയുന്നത് എന്താണെന്ന് അറിയോ? When there was terrorism and girls were stopped from going to school, my fear was in what I would be attacked for speaking out. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ അറ്റാക്ക് ചെയ്യപ്പെടും എന്നായിരുന്നില്ല എൻ്റെ ഭയം. ബട്ട് എന്തായിരുന്നു? മൈ ഫിയർ വാസ് ദാറ്റ് ഐ വുഡ് ലിവ് എ ലൈഫ് ഇൻ വിച്ച് ഐ വുഡ് നോട്ട് ബി ഏബിൾ ടു ബി ഇൻഡിപെൻഡൻറ്റ്, ടു ഗെറ്റ് ആൻ എഡ്യൂക്കേഷൻ, ടു ബി എ ഡോക്ടർ ഓർ എ ടീച്ചർ ഓർ എനിത്തിങ് ഐ വാണ്ടഡ്. എനിക്ക് ആഗ്രഹമുള്ളതായി തീരാൻ പറ്റാത്ത ഒരു ലോകം. ഐ വുഡ് ലിവ് എ ലൈഫ് ഇൻ വിച്ച് ഐ വുഡ് നോട്ട് ബി ഏബിൾ ടു ബി ഇൻഡിപെൻഡൻറ്റ്, ടു ഗെറ്റ് ആൻ എഡ്യൂക്കേഷൻ, ടു ബി എ ഡോക്ടർ ഓർ എ ടീച്ചർ ഓർ എനിത്തിങ് ഐ വാണ്ടഡ്. എനിക്ക് ആഗ്രഹമുള്ളതായി തീരാൻ പറ്റാത്ത ഒരു ലോകത്ത്, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു ലോകത്ത് ഞാൻ ജീവിക്കേണ്ടി വരുമല്ലോ എന്നതായിരുന്നു എൻ്റെ ഭയം. അല്ലാതെ ഞാൻ എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ റൈറ്റ്സിന് വേണ്ടി പൊരുതുന്നതിൻ്റെ പേരിൽ ഞാൻ ആക്രമിക്കപ്പെടും എന്നായിരുന്നില്ല എൻ്റെ ഭയം. അപ്പം ദാറ്റ് മച്ച് വാസ് her dedication to the whole women who were denied of education. Okay, I'll read out. July 12th is celebrated as Malala Day, and she herself says that that is not her day, but it is the day of all the women, boys and girls. And that much is her dedication to the girls or to the boys or to the women who are denied of education. ഈ സംഭവത്തിന് ശേഷം, ഈ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ചികിത്സ ആവശ്യത്തിനുമായിട്ട് they went to England and they are settled there. അവിടെ ഈ സർജറിയൊക്കെ നടക്കുന്ന സമയത്ത്, സ്കള്ളിനൊക്കെ സർജറി നടക്കുന്ന സമയത്ത് മലാല യൂസഫ്സായിൻ്റെ ഫാദർ അവരുടെ റിലേറ്റീവ്സിനെ വിളിച്ചു പറഞ്ഞു അത്രേ മലാല യൂസഫ്സായിൻ്റെ ഫ്യൂണറലിനുള്ള അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും ഷീ വിൽ നോട്ട് ബി ബാക്ക് ടു ലൈഫ് എന്നുള്ള അവസ്ഥയിലായിരുന്നു മലാല യൂസഫ്സായി ഉണ്ടായിരുന്നത്. സ്റ്റിൽ ഷീ ഈസ് വർക്കിംഗ് ഫോർ women, children and the people who are denied of education and who are denied of rights and who are suffering from poverty and things like that. Now she is in England
and she has completed her degree at Oxford University. Oxford യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇപ്പം മലാല യൂസഫ്സായി ഉള്ളത്. അപ്പം ഇതുപോലെ ലോകത്തിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അതിൽ ഫോർ എക്സാമ്പിൾ ഐ വിൽ ടെൽ യു സം ഓഫ് ദ നെയിംസ് ലൈക്ക് നഫീസ അലി, സി കെ ജാനുവിന് നമുക്കറിയാം. നഫീസ അലി ബിഗ് ബി എന്ന് പറയുന്ന ഫിലിമിലെ നമുക്കറിയാം. നഫീസ അലി ബിഗ് ബി എന്ന് പറയുന്ന ഫിലിമിലെ അതിൽ അഭിനയിച്ച ഒരു മദർ ക്യാരക്ടർ ഉണ്ടല്ലോ, അതാണ് നഫീസ അലി. അതേപോലെ ആലിസ് വാക്കർ, സുഗതകുമാരി, അങ്ങനെ ഒരുപാട് വുമൻ ആക്ടിവിസ്റ്റുകളുണ്ട്. ഓക്കെ, so in this chapter what we are going to read is the speech by Malala Yousafzai. Malala Yousafzai ഐക്യരാഷ്ട്ര സഭയിൽ സംസാരിച്ച പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. So let's get into the video. Let us read the chapter, and if you are watching this channel for the first time, please to press the bell icon, the subscribe button and the bell icon. Then only you will get the notification. Let's read the text. One child, one teacher, one pen and one book can change the world. You are part of different families, societies, communities, etc. Sometimes you have to face many struggles and obstacles. Who will help you in such situations? In Cinderella's life, a fairy helped her to change her fortune. But in real life, can we expect such fairies to help us? So the question is, in stories or in an imaginary world, some fairies come to help the main character. Is it possible in real life? നമ്മൾ കഥകളിലൊക്കെ ഇപ്പോൾ സിൻഡ്രല്ലൻ്റെ കഥ വായിച്ചപ്പോൾ അതിലൊരു ഫെയറി വന്നിട്ട് സിൻഡ്രല്ലൻ്റെ വോൾ ലൈഫും ഫോർച്യൂണും തന്നെ മാറ്റി, അവളുടെ വിധി തന്നെ മാറ്റി. അതുപോലെ നമ്മളുടെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ളത് പോസിബിളാണോ എന്നാണ് ചോദിക്കുന്നത്. നോ, റൈറ്റ്? ബട്ട് there are some people in our society who raised their voice for their rights and also for bringing about positive changes in the society. പക്ഷേ നമ്മളുടെ എല്ലാം സമൂഹത്തിൽ ചില ആളുകളുണ്ട്, അവരുടെ തന്നെ അവകാശങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയവർ. മലാല യൂസഫ്സായി ഈസ് വൺ among them. She is the girl who stood up for education and suffered for that. Let's read the speech of Malala, which she delivered in the UN General Assembly. So this is the speech by Malala Yousafzai in United Nations General Assembly. Let's just read this. Respected elders and my dear brothers and sisters, today it is an honor for me to be speaking again after a long time. Being here with such honorable people is a great moment in my life. So she is delivering this speech after the short and its recovery. We have already said that. She is telling that it is a honor for her to speak like that after a long time. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് അവളെ സംബന്ധിച്ച് ഒരു ഹോണറാണെന്നാണ് പറയുന്നത്. That in the presence of honorable people and great people, ഇത്ര വലിയ വലിയ ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ ഫോർ ഹർ. I don't know where to begin my speech. I don't know what people would be expecting me to say. So she is telling what she does not know what to say. അവൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, and ആളുകൾ എന്താണ് അവളുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നും അറിയില്ല. But first of all, thank you God for whom we all are equal, and thank you to every person who has prayed for me for my fast recovery and a new life. And she is thanking God for first, and she is thanking all the people who had prayed for her and for her fast recovery and a new life. അവളുടെ ഒരു പുതിയ ജീവിതത്തിനും പെട്ടെന്നുള്ള റിക്കവറിക്കും വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് അവൾ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ദൈവത്തിനും. I cannot believe how much love people have shown me. I have received thousands of
good wish cards and gifts from all over the world. ലോകത്തുള്ള ഒരുപാട് നല്ല നല്ല ആളുകളുടെ അടുത്ത് നിന്ന് ഗുഡ് വിഷ് കാർഡ്സ് അവൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുവെന്ന് അവൾക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല എന്ന് പറയാണ്. Thank you to all of them. Thank you to the children whose innocent words encouraged me. എന്നെ എൻകറേജ് ചെയ്ത കൊച്ചു കുട്ടികളുടെ വേർഡ്സിനും നന്ദി പറയുകയാണ്. Thank you to my elders whose prayers strengthened me. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച മുതിർന്നവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി നന്ദി പറയാണ്. ആ പ്രാർത്ഥനകൾ എന്നെ ഒന്നുകൂടി സ്ട്രോങ് ആക്കുകയാണ് ചെയ്തത്. That prayers have strengthened her. Dear brothers and sisters, do remember one thing. Malala Day is not my day. അപ്പം July 12th is celebrated as Malala Day, and she is telling that Malala Day is not her day, but it is the day of every woman, every boy and every girl who have raised their voice for their rights. അവരുടെ തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഓരോ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ദിവസമാണ് മലാല ഡേ, ആൻഡ് ഓരോ സ്ത്രീയുടെയും ദിവസമാണ് മലാല ഡേ. There are hundreds of human rights activists and social workers who are not only speaking for human rights but who are struggling to achieve their goals of education, peace and equality. അപ്പം ലോകത്ത് ഒരുപാട് അധികം ആക്ടിവിസ്റ്റുകളും സോഷ്യൽ വർക്കേഴ്സും ഉണ്ട്. ആൻഡ് അവർ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി മാത്രമല്ല അവർ ശബ്ദം ഉയർത്തുന്നത്, പക്ഷെ എന്തിനൊക്കെ കൂടിയാണ്? ദേ ആർ സ്ട്രഗ്ലിംഗ് ടു അച്ചീവ് ദെയർ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം എന്ന് പറയുന്ന അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ സമാധാനത്തിന് വേണ്ടി, ഇക്വാലിറ്റിക്ക് വേണ്ടി, ഇങ്ങനെ ഒരുപാട് ആക്ടിവിസ്റ്റുകളും സോഷ്യൽ റിഫോമേഴ്സും ലോകത്തുണ്ട്. Thousands of people have been killed by the terrorists and millions have been injured. ആയിരക്കണക്കിന് ആളുകൾ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്, മുറിവേൽക്കപ്പെട്ടിട്ടുമുണ്ട്. ഐ എം ജസ്റ്റ് വൺ ഓഫ് ദെം. ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ് വെൻ വി സീ ഡാർക്ക്നെസ്. വെളിച്ചത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഇരുട്ടിലായി പോകുമ്പോഴാണ്. വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ വോയിസ് വെൻ വി ആർ സൈലൻസ്ഡ്. നമ്മുടെ ശബ്ദത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ശബ്ദമില്ലാതാക്കപ്പെടുമ്പോഴാണ്, നമ്മൾ സൈലൻസ് ചെയ്യപ്പെടുമ്പോഴാണ്. ഇൻ ദ സെയിം വേ, വെൻ വി ആർ ഇൻ സ്വാത്ത്, north of Pakistan, we realized the importance of pens and books when we saw the guns. So she is from Pakistan, the north of Pakistan, which is called Swat. Swat പറഞ്ഞാൽ അവർ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ ആയിരുന്ന സമയത്ത് വി റിയലൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെൻസ് ആൻഡ് ബുക്സ് വെൻ വി സോ ദ ഗൺസ്. തോക്കുകളെ അല്ലെങ്കിൽ ആയുധങ്ങളെ കണ്ടപ്പോൾ പേനകളുടെ പ്രാധാന്യം ഞങ്ങൾക്ക് മനസ്സിലായി. The wise saying, the pen is mightier than the sword. മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തിയേറിയതാണ് ഒരു പേന. The extremists are afraid of books and pens. തീവ്രവാദികൾ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റുകൾ, they are afraid of books and pens. അവർക്ക് പേനയും പുസ്തകത്തെയും പേടിയാണ്. The power of education frightens them. They are afraid of women. The power of the voice of women frightens them. അവർക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ പവർ അവർക്ക് പേടിയാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശബ്ദത്തെയും അവർക്ക് പേടിയാണ്. ഹോണറബിൾ സെക്രട്ടറി ജനറൽ, പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് സമാധാനം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്, ടെററിസം, വാർസ് ആൻഡ് കോൺഫ്ലിക്റ്റ് സ്റ്റോപ്പ് ചിൽഡ്രൻ ഫ്രം ഗോയിങ് ടു സ്കൂൾ. ലോകത്തിലെ പല ഭാഗങ്ങളിലും തീവ്രവാദവും യുദ്ധങ്ങളും കലഹങ്ങളും കുട്ടികളെ സ്കൂളിൽ പോകാൻ അനുവദിക്കുന്നില്ല. വി ആർ റിയലി ടയേർഡ് ഓഫ് ദീസ് വാർസ്. വി ആർ ഫെഡ് അപ്പ് വിത്ത് ദീസ് വാർസ്. വുമൻ ആൻഡ് ചിൽഡ്രൻ ആർ സഫറിങ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ മെനി വേസ്. ലോകത്തിലുള്ള വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകളും കുട്ടികളും പല വിധത്തിലും പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
Many innocent and poor children are victims of child labor. ഒരുപാട് നിഷ്കളങ്കരായ കുട്ടികളും പാവപ്പെട്ട കുട്ടികളും ചൈൽഡ് ലേബർ, ബാലവേലയുടെ വിക്ടിംസാണ്. Young girls have to do domestic child labor and are forced to get married at an early age. വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ ഡൊമസ്റ്റിക് ചൈൽഡ് ലേബറിന് ഇരയാവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വളരെ ഏർലി ആയിട്ട് നേരത്തെ തന്നെ വിവാഹിതരാകാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുകയുമാണ്. പോവർട്ടി, ഇഗ്നറൻസ്, ഇൻജസ്റ്റിസ്, റേസിസം ആൻഡ് deprivation of basic rights are the main problems faced by both men and women. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണിതെല്ലാം. എന്ത്? പോവർട്ടി, ദാരിദ്ര്യം, ഇഗ്നറൻസ്, വിവരമില്ലായ്മ, അറിവില്ലായ്മ, ഇൻജസ്റ്റിസ്, അനീതി, റേസിസം, അതുപോലെ തന്നെ ബേസിക് റൈറ്റ്സ് ആർ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളുടെ നീതി നിഷേധം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെ ഫേസ് ചെയ്യുന്നതാണ്. Dear fellows, today I am focusing on women's rights and girls' education because they are suffering the most. ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ സഹിക്കുന്നത്. There was a time when women social activists asked men to stand up for their rights. വുമൻ ആക്ടിവിസ്റ്റുകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പുരുഷന്മാരോട് ആവശ്യപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു. ബട്ട് ദിസ് ടൈം വി വിൽ ഡു ഇറ്റ് ബൈ അവർ സെൽസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ തന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കും. ഐ എം നോട്ട് ടെല്ലിംഗ് മെൻ ടു സ്റ്റെപ്പ് അവേ ഫ്രം സ്പീക്കിംഗ് ഫോർ വുമൻസ് റൈറ്റ്സ്. റാദർ ഐ എം ഫോക്കസിങ് ഓൺ വുമൻ ടു ബി ഇൻഡിപെൻഡൻറ്റ് ടു ഫൈറ്റ് ഫോർ ദെംസെൽസ്. ഇപ്പോൾ ഞാൻ പുരുഷന്മാരോട് പിന്നോട്ട് മാറി നിൽക്കാൻ വേണ്ടിയല്ല പറയുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന്. പക്ഷേ റാദർ ഐ ആം ഫോക്കസിങ് ഓൺ വുമൻ ടു ബി ഇൻഡിപെൻഡൻറ്റ് ടു ഫൈറ്റ് ഫോർ ദംസെൽസ്. സ്ത്രീകൾക്ക് വേണ്ടി തന്നെ പോരാടാൻ വേണ്ടി, അവരോട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി പറയുകയാണ്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, നൗ ഇറ്റ്സ് ടൈം ടു സ്പീക്ക് അപ്പ്. നമ്മളുടെ ശബ്ദം ഉയർത്തേണ്ട സമയമായിരിക്കുന്നു. We call upon the world leaders that all the peace deals must protect women and children's rights. എല്ലാ സമാധാന കരാറുകളും എന്താവണം? സ്ത്രീകളുടെ അതുപോലെ തന്നെ കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. A deal that goes against the dignity of women and rights is unacceptable. സ്ത്രീകളുടെ ഡിഗ്നിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ഒരു ഡീലും ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. വി കോൾ അപ്പോൺ ഓൾ ഗവൺമെൻറ്റ്സ് ടു എൻഷുർ ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ് ഓൾ ഓവർ ദ വേൾഡ്. എല്ലാ ഗവൺമെൻറ്റ്സിനോടും നമ്മൾ ആവശ്യപ്പെടുകയാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധിത വിദ്യാഭ്യാസം ഫോർ എവറി ചൈൽഡ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധ വിദ്യാഭ്യാസം ആവശ്യപ്പെടുകയാണ്. വി കോൾ അപ്പോൺ ഓൾ ഗവൺമെൻറ്റ്സ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം ആൻഡ് വയലൻസ്, ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ബ്രൂട്ടാലിറ്റി വിത്ത് ഹാം. കുട്ടികളെ എല്ലാവിധ ബ്രൂട്ടാലിറ്റിയിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഗവൺമെൻറ്റ്സിനോടും നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത്? ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെററിസം ആൻഡ് വയലൻസ്. തീവ്രവാദത്തിനോടും വയലൻസിനും എതിരെയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. വി കോൾ അപ്പോൺ ദ ഡെവലപ്ഡ് നേഷൻസ് ടു സപ്പോർട്ട് ദ എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗേൾസ് ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ഗേൾ ചൈൽഡിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. വി കോൾ അപ്പോൺ ഓൾ കമ്മ്യൂണിറ്റീസ് ടു ബി ടോളറൻറ്റ്, ടു റിജക്ട് prejudices and based on caste, creed, religion or gender, to ensure freedom and equality for women so that they can flourish. We cannot all succeed when half of us are held back.
ജാതിയുടെയും മതത്തിൻ്റെയും ജെൻഡറിൻ്റെയൊക്കെ പേരിലുള്ള പ്രെജുഡൈസസ്, മുൻവിധികൾ മാറ്റിവെക്കാൻ വേണ്ടി എല്ലാ കമ്മ്യൂണിറ്റീസിനോടും നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഫ്രീഡവും ഇക്വാലിറ്റിയും കൊടുക്കുന്നിടത്ത് they can flourish and the community also will definitely flourish. And we cannot all succeed when half of us are held back. നമ്മളിലെ പകുതി പേരെയും പിന്നോട്ട് വലിച്ചാൽ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ പറ്റില്ല. We call upon our sisters around the world to be brave, to embrace the strength within themselves and realize their full potential. ലോകത്തുള്ള എല്ലാ സ്ത്രീകളോടും ബ്രേവായിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല അവരുടെ കഴിവിനെ പുണരാനും അത് റിയലൈസ് ചെയ്യാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും വേണ്ടി ആവശ്യപ്പെടുകയാണ്. Dear brothers and sisters, we want schools and education for every child's bright future. ഓരോ കുട്ടിയുടെയും ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ നിർബന്ധമാണ്. We will continue our journey to our destination of peace and education for everyone. എല്ലാവർക്കും, ഓരോരുത്തർക്കും സമാധാനവും വിദ്യാഭ്യാസവും എന്ന് പറയുന്ന നമ്മളുടെ ഡെസ്റ്റിനേഷൻ, നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. No one can stop us. നമ്മളെ ആർക്കും തടഞ്ഞു വെക്കാനാവില്ല. We will speak for our rights and we will bring change through our voice. നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുകയും നമ്മുടെ ശബ്ദത്തിലൂടെ മാറ്റം കൊണ്ടുവരികയും ചെയ്യും. We must believe in the power and the strength of our words. നമ്മളുടെ വാക്കുകളിലുള്ള ശക്തിയിൽ നമ്മൾ തന്നെ വിശ്വസിക്കണം. Our words can change the world. നമ്മുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിന് ഈ ലോകത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും. Because we are all together united for the cause of education. എന്താണ് കാരണം? നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്, നമ്മളെല്ലാവരും യുണൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണത്? എഡ്യൂക്കേഷൻ. And if we want to achieve our goal, then let us empower ourselves with the weapon of knowledge and let us shield ourselves with unity and togetherness. നമുക്ക് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മളെ തന്നെ ശാക്തീകരിക്കാം. വിത്ത് ദ വെപ്പൺ ഓഫ് നോളജ്, അറിവെന്ന ആയുധം കൊണ്ട്. ആൻഡ് ലെറ്റ് us ഷീൽഡ് അവർ സെൽസ് വിത്ത് യൂണിറ്റി ആൻഡ് ടുഗെദർനെസ്. നമ്മളെ ഒരു പരിചയാക്കാം. എങ്ങനെ? യൂണിറ്റി കൊണ്ടും ടുഗെദർനെസ് കൊണ്ടും ഒരുമിച്ചിരുന്ന് നമുക്ക് പരിചയങ്ങളാകാം. Dear brothers and sisters, we must not forget that millions of people are suffering from poverty, injustice and ignorance. ദശലക്ഷക്കണക്കിന് ആളുകൾ ദരിദ്രത്തിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടും അറിവില്ലായ്മയിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മറക്കാതിരിക്കാം. We must not forget that millions of children are out of schools. ദശലക്ഷക്കണക്കിന് കുട്ടികൾ സ്കൂളിന് പുറത്താണ്, അഥവാ അവരൊന്നും സ്കൂളിൽ പോവാതെ കഴിയുന്ന മക്കളാണ്. We must not forget that our sisters and brothers are waiting for a bright, peaceful future. നമ്മളുടെ ഈ സഹോദരങ്ങളെല്ലാം നല്ല ബ്രൈറ്റായ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനത്തോടെയുള്ള ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. So let us wage a global struggle against illiteracy, poverty and terrorism. ഇല്ലിറ്ററസിക്കും പോവർട്ടിക്കും ടെററിസത്തിനും എതിരായിട്ട് നമുക്കൊരു ആഗോള യുദ്ധം ഏർപ്പെടുത്താം. വിച്ച് മീൻസ് എ ഗ്ലോബൽ സ്ട്രഗിൾ. ആൻഡ് ലെറ്റ് us pick up our books and pens. നമുക്ക് നമ്മുടെ പേനയും പുസ്തകങ്ങളും എടുക്കാം. ദേ ആർ അവർ മോസ്റ്റ് പവർഫുൾ വെപ്പൺസ്. അവരാണ് നമ്മളുടെ ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങൾ. One child, one teacher, one pen and one book can change the world. Education is the only solution. വിദ്യാഭ്യാസമാണ് ഒരേ ഒരു സൊല്യൂഷൻ, പോംവഴി. Education is first. So this is the speech by Malala Yousafzai. I think this video is helpful to you. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. നമ്മൾ
ഇതിൻ്റെ ക്ലാസ്സിനപ്പുറത്ത് വളരെ ഉപകാരപ്പെട്ട വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. Your English. If you find this